ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള മാഷ്മെല്ലോ ആണ്. ഇത് കൂടുതലും ക്യാൻഡി ഷോപ്പുകളിലൊക്കെ ആട്ടോ ഇങ്ങനത്തെ മാഷ്മെല്ലോ മേടിക്കാൻ കിട്ടുന്നത്. അപ്പം നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ജെല്ലിമിഠായി കഴിക്കുന്ന ആ ഒരു ഫീലിംഗ് ആട്ടോ ഇത് കഴിക്കുമ്പോൾ. നല്ല ഭംഗിയാണ്. ഫ്രണ്ട്സ്, എൻ്റെ പേര് രഞ്ജിഷ മുരളി. എല്ലാവർക്കും സിമീസ് നാടൻ കിച്ചണിലേക്ക് സ്വാഗതം. 2 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ, ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം, ഇതൊന്ന് അലിക്കുക. ഇനി ഇത് മാറ്റി വെക്കാം. ഇത് ഒഴിച്ചു വെക്കുന്ന പാത്രത്തിലേക്ക് ആദ്യമേ തന്നെ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്യുക. ഇതിന് ഇങ്ങനത്തെ ഇതുപോലെ പ്ലാസ്റ്റിക് പാത്രമായിരിക്കട്ടെ നല്ലത്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. കോൺഫ്ലോർ ഇതിനകത്ത് നന്നായിട്ടൊന്ന് പറ്റിച്ചു കൊടുക്കണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഇളകാനായിട്ട് പാടായിരിക്കും. ഇതിനകത്ത് പൊടി അധികം കിടന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ഇനി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പഞ്ചസാര, ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഇത് തിളച്ചിട്ടുണ്ട്. ഇത് തീ കൂട്ടി വെച്ച് തന്നെ ഇത് തിക്കാക്കി എടുക്കണം കേട്ടോ. തീ കുറയ്ക്കണ്ട. ഇതിപ്പോൾ തിക്കായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു തണുത്ത വെള്ളത്തിലേക്ക് ഒഴിച്ചു നോക്കാം. തണുത്ത വെള്ളത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇത് കട്ടയാകുന്നുണ്ടോ എന്ന് നോക്കുക. ഇതൊരു ചെറിയ സോഫ്റ്റ് ആയിട്ടുള്ള ബോളായിട്ട് വരണം. ഇതുപോലെയുള്ള കുഞ്ഞ് നല്ല സോഫ്റ്റ് ബോളാണ്. അപ്പോൾ ഇത് ഇനി തീ കുറയ്ക്കുക. തീ കുറച്ചതിന് ശേഷം നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന ജെലാറ്റിൻ ഇതിനകത്തേക്ക് ചേർക്കാം. മിക്സ് ആകണം. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇത് ഒരു ലോ സ്പീഡിൽ ഇതൊന്ന് അടിച്ചെടുക്കണം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർക്കാം. ഇതിപ്പോൾ നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചർ ആകുമ്പോൾ നമുക്കൊരു ബൗളിലേക്ക് ഒഴിക്കാം. ഇത് നമ്മൾ ഈ ടെസ്റ്റ് വെച്ചിരിക്കുന്ന ഈ പാത്രത്തിലേക്ക് ഒഴിക്കാം. പകുതി ഒഴിച്ച് വെച്ചാൽ മതി. ഇത് കണക്ക് ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുക്കാം. നമ്മൾ ബാക്കി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, ഇതിലേക്ക് കുറച്ച് കളർ ചേർക്കാം. എന്ത് കളർ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. കളർ ചേർത്ത ശേഷം വീണ്ടും ഇതൊന്ന് അടിച്ചു കൊടുക്കാം. ഇത് മതി. ഇനി ഇത് നമ്മൾ നേരത്തെ ഒഴിച്ചു വെച്ചിരിക്കുന്ന പാത്രത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ ആദ്യം ഒരു വെള്ള കളറിലെ ബാറ്റർ ഒഴിച്ചല്ലോ, അതിൻ്റെ മുകളിലോട്ട് തന്നെ ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊരു 2 ലെയറായിട്ട് കളർ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നന്നായിട്ട് കോൺഫ്ലോർ ഡസ്റ്റ് ചെയ്യണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇളകാൻ ഭയങ്കര പാടായിരിക്കും. ഇത് പഞ്ചസാരയല്ലേ. ഇത് നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കാം. ഇതിനകത്ത് എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതൊന്ന് പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കോൺഫ്ലോർ ഒന്ന് തൂക്കി കൊടുക്കാം. ഇത് കണക്കി ഒന്ന് ടെസ്റ്റ് ചെയ്താൽ മതി. ഞാൻ അടച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. ഇനി ഇത് 8 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ഇപ്പം ഞാനിത് വെക്കുന്നത് ഓവർനൈറ്റ് ആട്ടോ. ഇതിപ്പോൾ അടുത്ത ദിവസമാണ്. ഇത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഡിമോൾഡ് ചെയ്യാം. ആദ്യമേ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കുക. കത്തി ഇറക്കിയിട്ട്, അപ്പോൾ കത്തിയുടെ ഷാർപ്പായിട്ടുള്ള ഭാഗം ഇതാണല്ലോ. അപ്പോൾ ഈ ഒരു വശം വെച്ചിട്ട് കേട്ടോ, ഷാർപ്പല്ലാത്ത ഭാഗം വെച്ചിട്ട് വേണം നമ്മളതൊന്ന് വിടിയിച്ച് കൊടുക്കാനായിട്ട്. ഇങ്ങനെ 4 വശം ഒന്ന് ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇതിപ്പോൾ ഓൾറെഡി വിട്ടിരിക്കണേണിത്. ഇതിങ്ങനെ ഇളക്കിയെടുക്കാം. നമ്മൾ നല്ലപോലെ പൊടിയിട്ടിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇളകി വരും കേട്ടോ. നല്ല സോഫ്റ്റാണ്, നല്ല ഇങ്ങനെ സ്പോഞ്ച് പോലെ ഇരിക്കുന്നത് കണ്ടോ.
നല്ല സ്പോഞ്ചാണിത്. ഇനി ഇത് കട്ട് ചെയ്യാം. ഈ കോൺഫ്ലോർ അതിൻ്റെ പുറത്തുനിന്ന് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമേ ഈ കത്തിയുടെ പുറത്തും കുറച്ച് നന്നായിട്ട് കോൺഫ്ലോർ ഒന്ന് പറ്റിച്ചു കൊടുക്കുക, എന്നാലേ ഇത് മുറിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇനി ഇത് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒരു സ്റ്റിക്കി ആയിട്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കത്തിയിൽ പൊടി പറ്റിച്ചു കൊടുക്കണം, എന്നാലും മാത്രമേ നമുക്കിത് കറക്റ്റായിട്ട് മുറിക്കാൻ പറ്റുള്ളൂ. മുറിച്ചതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ആ മുറിച്ച ഭാഗത്ത് ഈ പൊടി ഒന്ന് പറ്റിച്ചു കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലവറിൻ്റെ കൂടെ പഞ്ചസാരയും കൂടെ ചേർക്കാം കേട്ടോ. അപ്പം ഞാൻ അത്രയും ചേർക്കില്ല, അപ്പോൾ ഭയങ്കര മധുരമായിരിക്കും ഇതിന്. ഇനി ഇത് ചെറിയ ചെറിയ പീസായിട്ട് മുറിക്കാം. ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം. ഇതുപോലെ കേട്ടോ. ഇതുപോലെ ഞാൻ ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് മുറിച്ചതിന് ശേഷം ഈ പൊടി എല്ലാ വശത്തും നല്ലപോലെ പറ്റിച്ചു കൊടുക്കുക കേട്ടോ. ഇതിങ്ങനെ സ്റ്റിക്കി ആയിട്ടിരിക്കുന്നതുകൊണ്ട് കേട്ടോ നമ്മളിങ്ങനെ എല്ലായിടത്തും പൊടിയൊന്ന് പറ്റിച്ചു കൊടുക്കണം. ഇതിൻ്റെ പുറത്തെ എക്സസ് ആയിട്ടുള്ള പൊടി കളയാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇടണേണ്. അതിനുശേഷം ഇതൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് അധികമുള്ള പൊടിയെല്ലാം പൊക്കോളൂ കേട്ടോ. നല്ല കറക്റ്റായിട്ടുണ്ട്. നല്ല പഞ്ഞി പോലത്തെ ഇതാ ഇതുപോലെ ആയിട്ടിരിക്കണം. നല്ല സോഫ്റ്റാണ് സാധനം. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സ്പോഞ്ച് അന്നേ പറയത്തുള്ളൂ, അത്രയും സോഫ്റ്റ് ആട്ടോ ഇത്. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇതൊരു ജെല്ലിമുട്ടായുടെ കണക്കായിട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടില്ലേ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? നല്ല എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു ബെല്ലൈക്കൺ വരും, അതിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഈ അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.